ഇന്നത്തെ വീഡിയോ സ്റ്റേറ്റ് സിലബസ് 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അതിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ്. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 1 ഹെർട്സ് പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പീരീഡ് എന്ന് പറയാം, അത് 1/f ആണ്. അപ്പോൾ t ഈക്വൽ ടു 1/f, ഇവിടെ ഫ്രീക്വൻസി 1 ഹെർട്സ് ആണ്. 1/1 ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഒരു പെൻഡുലം 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, ഒരു ഓസിലേഷന് 0.5 സെക്കൻഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ടി പീരീഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പീരീഡ് തന്നിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു 0.5 സെക്കൻഡ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു അത് 1/0.5 ആണ്. ഈക്വൽ ടു ഈ 0.5നെ മാറ്റാൻ നമുക്ക് മുകളിലും താഴെ 10 കൊണ്ട് 10/5 എന്ന് കിട്ടും. എഫ് ഈസ് ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്യൂണിംഗ് ഫോർക്ക് of frequency 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation? What is this phenomenon known as? ഒരു 512 Hz ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക്, അതിനെ എക്സൈറ്റ് ചെയ്ത് അത് ഒരു ടേബിളിന് മുകളിൽ വെച്ചാൽ ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമെങ്കിൽ എന്താണ് ഈ പ്രതിഭാസം? അവിടെ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും, അതിന്റെ പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ദ ടേബിൾ വൈബ്രേറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മലയാളത്തിൽ പ്രണോദിത കമ്പനം എന്ന് പറയും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് ഇത് പറഞ്ഞത്. ഇതിന്റെ പേര് വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ നോൺ ആസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഒന്നിന്റെ പ്രേരണയാൽ, ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രേരണയാൽ അതുമായി കോണ്ടാക്റ്റിലുള്ള മറ്റേ വസ്തു, അടുത്ത വസ്തു, അത് ഡെസ്ക്, ഇവിടെ ആ ടേബിള് വൈബ്രേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അടുത്തൊരു ടേബിൾ ഉണ്ട്, വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്മിഷൻ നടത്താൻ ഒരു മീഡിയം വേണ്ട വേവ്സ്, അതുപോലെ മീഡിയം വേണ്ടാത്ത വേവ്സ്. ഇവിടെ നമുക്ക് സൗണ്ട് വേവ്സിന്റെയും, നമ്മുടെ ചാപ്റ്റർ തന്നെ സൗണ്ട് വേവ്സ് ആണ്, സൗണ്ട് വേവ്സിന്റെയും ലൈറ്റ് വേവ്സിന്റെയും ലൈറ്റ് റേയുടെ പ്രത്യേകത നമുക്കറിയാം. അവിടെ ലൈറ്റിന് ഒരു മീഡിയം ആവശ്യമില്ല. അപ്പൊ അതിന്റെ അടുത്ത ഓരോ എക്സാമ്പിൾ നമുക്ക് എഴുതാം. സിസ്മിക് വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അതുപോലെ രണ്ടാമത്തെ നമുക്ക് ഇവിടെ എഴുതാം, സൗണ്ട് വേവ്സിന് നമുക്ക് മീഡിയം വേണം, സൗണ്ട് വേവ്സിന് മീഡിയം ആവശ്യമാണ്. വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, ഇവിടെ റേഡിയോ വേവ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീഡിയം വേണ്ടാത്ത, നമുക്കറിയാവുന്ന ഒരു വേവിന്റെയും കൂടെ പേരെഴുതാം. ലൈറ്റ് വേവ്സിനും മീഡിയം വേണം. ഇനി അടുത്തൊരു ടേബിൾ വന്നിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെയും ട്രാൻസ്വേഴ്സ് വേവ്സിന്റെയും അതിന്റെ പ്രത്യേകത. ഇവിടെ തന്നിരിക്കുന്നത് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ ഒരു പ്രത്യേകത. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ പ്രത്യേകത, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ബാക്കി പ്രത്യേകതകൾ നമുക്ക് എഴുതാം. ഇതിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ ഒരു പ്രത്യേകതയാണ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ആർ ഫോംഡ്. അതായത് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. അപ്പോൾ പാർട്ടിക്കിൾസ് പാരലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ കംപ്രഷനും റെയർഫാക്ഷനും, അതായത് പാർട്ടിക്കിൾസ് കൂടുതൽ അടുത്തടുത്ത് വരുന്ന ഒരു അവസ്ഥയും അകന്നു പോകുന്ന ഒരു അവസ്ഥയുമായിട്ട് പുറകെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻസ് ആർ ഫോംഡ് ഒരു പ്രത്യേകത. ഇനി അടുത്ത പ്രത്യേകത, അടുത്തത് പ്രഷർ വേരിയേഷൻസ് ഒക്യൂർ ഇൻ ദ മീഡിയം. അപ്പോൾ മീഡിയത്തിൽ കംപ്രഷനും റെയർഫാക്ഷനും വരുമ്പോൾ അടുത്തടുത്ത് വരുന്നതും പിന്നെ കുറച്ച് അകന്നകന്നു പോകുന്നതുമായിട്ടുള്ള പാർട്ടിക്കിൾസ് വരുമ്പോൾ അവിടെ ആ മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവും. പ്രഷർ വേരിയേഷൻസ് ഒക്യൂർ ഇൻ ദ മീഡിയം. ഇതാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ 3 പ്രത്യേകത. നമ്മൾ പറഞ്ഞു, ഒന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്.
അതുപോലെ കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ്. ടെക്സ്റ്റിലുണ്ട്, ഒത്തിരി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അടുത്ത് പ്രഷർ വേരിയേഷൻസ് ഒക്യൂർ ഇൻ ദ മീഡിയം. മീഡിയത്തിൽ പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും. അടുത്ത് ട്രാൻസ്വേഴ്സ് വേവ്സ്. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അടുത്ത പ്രത്യേകത നമുക്ക് നോക്കാം. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ അടുത്ത പ്രത്യേകതയാണ് ക്രെസ്റ്റ്സ് ആൻഡ് ട്രബ്സ് ആർ ഫോംഡ്. അതെന്താന്ന് പറയാം. ഞാനിവിടെ ഇതിൽ തന്നെ ഈ പേജിൽ തന്നെ വരച്ച് കാണിക്കാം. നമ്മുടെ വേവ് ഫോം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രസ്റ്റ് ഉയർന്ന ഒരു ഭാഗവും അതുപോലെ ട്രഫ് താഴ്ന്ന ഒരു ഭാഗം ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് വേവ്സ് പോകുന്നത് കംപ്രഷൻസ്, പിന്നെ അകന്നകന്നു പോകുന്നു, പിന്നെയും കംപ്രഷൻ, അങ്ങനെയാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് പ്രഷർ വേരിയേഷൻസ് ആണ്. ഇവിടെ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഒരു ഭാഗം, പിന്നെ താഴേക്ക് വീണ്ടും കുറഞ്ഞു വന്ന ഒരു ഭാഗം ട്രാൻസ്വേഴ്സ്. അപ്പം ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യും. ഇനി അതിന്റെ അടുത്ത പ്രത്യേകത, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിനകത്ത് പ്രഷർ വേരിയേഷൻ ഉണ്ടാവും, പ്രഷർ വേരിയേഷൻ ഇല്ല. നോ പ്രഷർ വേരിയേഷൻസ് ഒക്യൂർ ഇൻ ദ മീഡിയം. ഇനി സ്പീഡ് ഓഫ് വേവ്. ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഓഫ് എ വേവ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. ഇഫ് എ വേവ് ട്രാവൽസ് 700 meter in 2 seconds, what is the speed of the wave? ഒരു വേവ് 700 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഈക്വൽ ടു അത് 700 മീറ്റർ ആണ്. അതുപോലെ ടൈം തന്നിട്ടുണ്ട് ഈക്വൽ ടു 2 സെക്കൻഡ്. ഇനി സ്പീഡ് ഓഫ് ദ വേവ് നമുക്ക് വി എന്ന് എടുക്കാം, വെലോസിറ്റി ആയി ഈക്വൽ ടു അത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ആണ്. V equal to S by T എന്നെടുക്കാം. 700 divided by equal to 350 meter per second. ഇത്രയും കൂടെ നിർത്തുന്നു. അടുത്ത പ്രോബ്ലംസും നെക്സ്റ്റ് പ്രോബ്ലംസും ആയിട്ട് അടുത്ത വീഡിയോയിൽ